മുഖ്യമന്ത്രി പോലീസുകാരോടൊപ്പം ചായ കുടിക്കുന്നു. എളിമ, ലാളിത്യം, വിനയം. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഒരു ഫോട്ടോയെ കുറിച്ചാണ് പറഞ്ഞത്. അത് AI ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതല്ല ഇവിടെ വിഷയം. ഇത്തരത്തിലുള്ള AI ജനറേറ്റഡ് ഇമേജസ്, AI എൻഹാൻസ് ചെയ്ത ഇമേജസ് എന്നിവ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വൈറലാകാറുണ്ട്. ഇത് മാനിപ്പുലേഷൻ ആണ്. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങൾ. അതുവഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഫോട്ടോകൾക്ക് റിയൽ ചിത്രങ്ങളെക്കാൾ കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന കാലമാണിത്. എന്നാൽ AI ടൂളുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വിസിബിൾ ആയ ചില തെറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ തെറ്റുപറ്റുമ്പോഴാണ് അത് പ്രശ്നമാകുക. മാനിപ്പുലേഷനും വളച്ചൊടിക്കലും ഒക്കെയും പ്രശ്നമാകും. മുഖ്യമന്ത്രി VD സതീശന്റെ വൈറൽ ചായകുടി ഫോട്ടോയ്ക്ക് സംഭവിച്ചതും ഇതാണ്. പോലീസുകാരോട് ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുടെ എളിമയെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂലികൾ തന്നെയാണ് ഫോട്ടോ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്തത്. പക്ഷെ പിന്നെയാണ് സംഭവം ശ്രദ്ധിച്ചത്. ഫോട്ടോ AI ടൂൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതാണ്. ചായക്കപ്പ് കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാകും അവിടെ ഒരു സാങ്കേതിക പിഴവുണ്ട്. അത് കണ്ടുപിടിച്ച് ഇടതനുകൂലികൾ ട്രോളുമായി രംഗത്തിറങ്ങി. ഭരണത്തിലേറിയതും പൈസ കൊടുത്ത് PR വർക്കുകൾ ചെയ്യുന്ന പൂക്കി CM എന്ന് ലെഫ്റ്റ് പേജുകൾ വേണ്ടുവോളം കളിയാക്കി. പക്ഷെ പിന്നെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. CM പോലീസുകാരോടൊപ്പം ചായ കുടിച്ചിരിക്കുന്ന ഫോട്ടോ മൊത്തത്തിൽ ഒരു AI ജനറേറ്റഡ് ചിത്രമല്ല. പോലീസുകാരോടൊപ്പം മുഖ്യമന്ത്രി ചായ കുടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്, നടന്ന കാര്യമാണ്. പക്ഷേ അതിപ്പോഴല്ല. 2024 ജൂലൈ മാസം, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വയനാട്ടിൽ നടന്ന ഒരു KPCC യോഗത്തിനിടെ നടന്ന ഒരു ചായ കൂടിയാണ് ഇപ്പോൾ നടന്ന രീതിയിൽ കോൺഗ്രസ് അനുകൂലികൾ പോസ്റ്റ് ചെയ്ത് വൈറലാക്കുന്നത്. ഇത് ആദ്യം പോസ്റ്റ് ചെയ്തത് MS വേൾഡ് എന്ന പേജിലാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. വാസ്തവത്തിൽ ഇത് കൂടുതൽ എന്റർടൈൻമെന്റ് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന ഒരു പേജാണ്. ഇടയ്ക്കിടയ്ക്ക് പൊളിറ്റിക്കൽ കണ്ടന്റുകളും. മുഖ്യമന്ത്രി VD സതീശന് വേണ്ടിയുള്ള പ്രൊമോഷൻ പോസ്റ്റുകളും ഈ പേജിൽ കാണാം. എന്റർടൈൻമെന്റ് പേജുകൾ വില കൊടുത്തു വാങ്ങി രാഷ്ട്രീയ നേതാക്കൾ PR വർക്ക് നടത്തുന്നത് ഒരു സാധാരണ സംഗതിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് നമ്മൾ ഇത് കുറെ കണ്ടതുമാണ്. ഈ പേജിൽ വന്ന ചിത്രം അത്തരമൊരു PR വർക്ക് ആണോ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവുകളില്ല. എങ്കിലും ഈ PR പണി അത്ര പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ എഡിറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. ഇനി അടുത്ത ചിത്രം എപ്പോൾ വരെയെന്ന് കണ്ടു തന്നെ അറിയണം.